നമ്മളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ആങ്സൈറ്റി. ശരിക്കും എന്താണ് ഈ ആങ്സൈറ്റി? ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ച് വെറീഡ് ആവുക, പേടിക്കുക, ടെൻഷൻ അടിക്കുക. ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും സംഭവിക്കുന്ന ഒരു മെക്കാനിസമാണ്. പക്ഷേ ചിലർക്ക് ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് വരികയും ആൻഡ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂടിയ രീതിയിലായിട്ട് കാണുകയും ചെയ്യാം. ഈ സന്ദർഭത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ അമയ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം ആങ്സൈറ്റി അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയിൽ ശാരീരികമായിട്ട് ചില സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ചിലതാണ് ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്, അതായത് പെട്ടെന്നുള്ള വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്. ആൻഡ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വെറ്റിംഗ്, വിയർപ്പ്, അമിതമായിട്ട് വിയർക്കുക. അതുപോലെ ചെറിയ രീതിയിലുള്ള ഷിവറിങ്, കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട്, ഉറക്കത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ. ഇതിനെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ ആങ്സൈറ്റി അറ്റാക്ക് എന്ന് മനസ്സിലാക്കേണ്ടത്. ആങ്സൈറ്റി അറ്റാക്കിൻ്റെ കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള ഒരു വേർഷനാണ് പാനിക് അറ്റാക്ക്. പാനിക് അറ്റാക്കിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് പൗണ്ടിങ് ഹാർട്ട്, അതായത് വളരെ ശക്തമായ രീതിയിൽ ഹൃദയം മിടിക്കുക. അതുപോലെ നല്ല രീതിയിൽ തന്നെ ഷിവറിങ് ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ എക്സസീവായിട്ട് സ്വെറ്റ് ചെയ്യുക, ചെസ്റ്റ് പെയിന് തോന്നുക, ശ്വാസം കിട്ടാത്ത പോലെ തോന്നുക, ഞാനിപ്പോൾ മരിച്ചു പോവാണ് എന്നുള്ള രീതിയിലൊക്കെ തോട്ട്സ് പോവുക. അതുപോലെ തൊണ്ടയിൽ ഡ്രൈനെസ് വരിക, തലകറക്കം, നോസിയ, ഇതൊക്കെയാണ് പാനിക് അറ്റാക്കിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പാനിക് അറ്റാക്ക് തന്നെ നമുക്ക് രണ്ട് രീതിയിലാണ് കണ്ടുവരുന്നത്. ഒന്ന് എക്സ്പെക്റ്റഡ് പാനിക് അറ്റാക്ക്, മറ്റൊന്ന് അൺഎക്സ്പെക്റ്റഡ് പാനിക് അറ്റാക്ക്. എക്സ്പെക്റ്റഡ് പാനിക് അറ്റാക്കിൽ എന്തെങ്കിലും ഒരു ട്രിഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് പാനിക് അറ്റാക്ക് വളരെ ഔട്ട് ഓഫ് ദ ബ്ലൂ ആയിട്ട് ഒരു റീസണും ഇല്ലാതെ പെട്ടെന്ന് സംഭവിക്കുന്നതായിരിക്കും. പലപ്പോഴും ആങ്സൈറ്റി അല്ലെങ്കിൽ പാനിക് അറ്റാക്സ് ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് ആളുകൾ കൂടുതൽ കൺസൾട്ട് ചെയ്യുന്നത് ഒരു ഫിസിഷ്യൻ്റെ അടുത്താണ്. ഇതിനൊരു മെൻ്റൽ ഹെൽത്ത് റൂട്ട് കോസ് ഉണ്ട് എന്നുള്ളത് പലർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. എന്നാൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിന് CBT, DBT തുടങ്ങിയ മറ്റനവധി സൈക്കോ തെറാപ്പി മൊഡാലിറ്റീസ് യൂസ് ചെയ്ത് നിങ്ങളെ ക്യൂർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.